ഓക്കെ, ചുരങ്ങളൊക്കെ കോഡൊക്കെ വെച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ് മൈലത്തുള്ള നാടുവാണി, മൈലത്തുള്ള നാട് കാണി അല്ലേ? മൈലം എന്ന് പറയുമ്പോൾ മലപ്പുറം മൈസൂർ, അതായത് നിലമ്പൂര് ഗൂഡല്ലൂർ അല്ലേ? നിലമ്പൂര് ഗൂഡല്ലൂരാണ് ഏത് നാടുകാണി ചുരം ബന്ധിപ്പിക്കുന്നത്? നാടുകാണി ചുരം ബന്ധിപ്പിക്കുന്നത് നിലമ്പൂര് ഗൂഡല്ലൂരാണ്. ഓക്കെ, ഇടുക്കി മധുര ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ കുട്ടികളെ? ഇടുക്കി മധുര ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഇടുക്കി മധുര ബന്ധിപ്പിക്കുന്ന ചുരം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ബോഡി നായ്ക്കന്നൂർ ചുരമാണ് അല്ലേ? ബോഡി നായ്ക്കന്നൂർ ചുരമാണ് ഇടുക്കി മധുര ബന്ധിപ്പിക്കുന്നത്. തൊടുപുഴ തേനി ബന്ധിപ്പിക്കുന്നതോ? ആർക്ക് പറയാം? തൊടുപുഴ തേനി ബന്ധിപ്പിക്കുന്ന ചുരം കമ്പം ചുരം. തൊടുപുഴ തേനി ബന്ധിപ്പിക്കുന്നത് കമ്പം ചുരം. തൊടുപുഴ തേനി ബന്ധിപ്പിക്കുന്നത് കമ്പം ചുരമാണ്. തൊടുപുഴ തേനി ബന്ധിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് മാനന്തവാടി മൈസൂര്. മാനന്തവാടി മൈസൂര് ബന്ധിപ്പിക്കുന്നത് പെരിയ ചുരം. ഏതാ കുട്ടികളെ? പെരിയ ചുരം. നമ്മൾ പെരിയാറിലെ മാനും മയിലും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? പെരിയാറിലെ മാനും മയിലും. ഓക്കെ, പെരിയാറിലെ മാനും മയിലും എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ചുരങ്ങള്. നിലമ്പൂര് ഗൂഡല്ലൂര് ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? നിലമ്പൂര് ഗൂഡല്ലൂര് ബന്ധിപ്പിക്കുന്നത് നാടുകാണി ചുരമാണ് നിലമ്പൂര് ഗൂഡല്ലൂര്. ഓക്കെ, നമ്മൾ അതുപോലെ ബോഡി ഇടയ്ക്കിടെ മധുരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇടുക്കി മധുര ബോഡി നായ്ക്കന്നൂർ ചുരം. ഓക്കെ, അതുപോലെ തൊടുപുഴ തേനി കമ്പെടുത്ത് പുഴയിലെറിഞ്ഞു. അപ്പം കമ്പം തൊടുപുഴ അല്ലെങ്കിൽ തേനി തൊടുപുഴ ഏതാണ്? കമ്പം ചുരം. മാനന്തവാടി മൈസൂര്, പെരിയാറിലെ മാനും മയിലും എന്നൊക്കെ നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ട്. മാനന്തവാടി മൈസൂര് പെരിയ ചുരമാണ് കേട്ടോ. മാനന്തവാടി മൈസൂര് പെരിയ ചുരം. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത് നമ്മുടെ ജൂലൈ മാസം 18-നും പിന്നെ ഓഗസ്റ്റ് മാസത്തിലും ആയിട്ട് നടക്കുന്ന 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു ഫൈനൽ മാരത്തോൺ ബാച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോഴ്സിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ലൈവ് ബാച്ച് ആണ്. ടോട്ടൽ ക്ലാസ് എല്ലാം ലൈവ് ആണ് വരുന്നത്. 379 രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത്. ഓക്കെ, അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ, അതായത് ഒരാഴ്ചയായി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ റെക്കോർഡ് അവൈലബിൾ ആണ്. ബാക്കിയുള്ള ക്ലാസ് നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 10 മോഡൽ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് മുമ്പേ തന്നെ അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? ശരി, അപ്പൊ ജോയിൻ ചെയ്യുക പെട്ടെന്ന്. അടുത്ത കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പറഞ്ഞേ, കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? കീലേരി കുഞ്ഞിക്കണ്ണൻ അല്ലേ? കേരള സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ. നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ, അതായത് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഇന്നത്തെ പരീക്ഷ ഈ ആൾക്കാർക്ക് മനസ്സിലായി കാണും. ഈ ഒരു കണക്ഷൻ വരുന്നത് PSCയുടെ ഒരു ക്വസ്റ്റ്യനിൽ കണക്ഷൻ വരുന്നത് മനസ്സിലായ? ആ ഒരു കണക്ഷൻ, അതായത് കീലേരി കുഞ്ഞിക്കണ്ണന്റെ സെയിം ചോദ്യം അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. 1901 അദ്ദേഹം സർക്കസ് ആരംഭിച്ചത്, 1901 സർക്കസ് സ്കൂൾ ആരംഭിച്ചത് എവിടെ നേട്ടി കഴിഞ്ഞാല് അത് ചിറക്കര തലശ്ശേരി കണ്ണൂർ അല്ലേ? ചിറക്കര തലശ്ശേരി കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അല്ലേ? ഓക്കെ, ചിറക്കര തലശ്ശേരി കണ്ണൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്ന കുട്ടികളെ? സർക്കസ് സ്കൂൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. മനസ്സിലായോ? കീലേരി കുഞ്ഞിക്കണ്ണനാണ്. ഞാൻ അതാ പറയുന്നത്, നിങ്ങൾ ഒരു പരീക്ഷ നടന്നാൽ, നിങ്ങളിപ്പം ഒരു പരീക്ഷ PSC നടത്തുന്ന ഒരു പരീക്ഷ, അത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് നിങ്ങൾ റിവിഷൻ ചെയ്തിരിക്കണം, എക്സ്ട്രാ പോയിന്റ്സ് നോക്കിയിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന പരീക്ഷയിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായ? ഓക്കെ.
നിങ്ങൾക്ക് PSC പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം PSC ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ സഞ്ചരിക്കുക എന്നതാണ്. PSC ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, തലശ്ശേരിയാണ് ആൻസർ. നമ്മളത് പഠിക്കുന്നില്ലേ? 3 സീകളുടെ നാട്, 3 സീകളുടെ നാട്, 3 സീകളുടെ നാട് ഏതാ? 3 സീകളുടെ നാട് ഏതാ? 3 സീകളുടെ നാട് അല്ല, തലശ്ശേരി വേറെ കണ്ണൂര് വേറെ, രണ്ട് സ്ഥലങ്ങളായിട്ടില്ലേ വരുന്നേ? തലശ്ശേരിയിലല്ലേ ആരംഭിച്ചത്? ഓക്കെ, 3 സീകളുടെ നാടെന്നൊക്കെ പറഞ്ഞ് പഠിക്കില്ലേ കുട്ടികളെ? 3 സീകളുടെ നാട്, കേക്ക്, അതുപോലെ ക്രിക്കറ്റ്, അതുപോലെ ക്രിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സർക്കസ്, കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. 3 സീകളുടെ നാട് ഏതാണ്? തലശ്ശേരിയാണ്. 3 സീകളുടെ നാട് തലശ്ശേരിയാണ്. കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്, 3 സീകൾ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് തലശ്ശേരി ക്രിക്കറ്റ് ക്ലബ്ബ് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ പലരും തെറ്റിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: കേരളത്തിന്റെ കായിക തലസ്ഥാനം ഏതെന്നൊരു ചോദ്യം PSC ഇടാറുണ്ട്. പറഞ്ഞേ, കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നൊരു ചോദ്യം PSC ഇടാറുണ്ട്. ഒന്ന് പറഞ്ഞേ, കേരളത്തിന്റെ കായിക തലസ്ഥാനം ഏതാണ്? കേരളത്തിന്റെ കായിക തലസ്ഥാനം ട്രിവാൻഡ്രം. ഞങ്ങൾ ആവേണ്ടത് ഞങ്ങളാണ്, എന്നാൽ ഞങ്ങളല്ല. കേരളത്തിന് വിവേക് പറഞ്ഞതാണ് കറക്റ്റ്. കോതമംഗലമാണ് കേരളത്തിന്റെ കായിക തലസ്ഥാനം. കോതമംഗലമാണ്. ഏതാണ് കുട്ടികളെ? കോതമംഗലം. ചോദിക്കുന്ന ചോദ്യമാണ്. കേരളത്തിന്റെ കായിക തലസ്ഥാനം കോതമംഗലം. പലർക്കും ഈ കായികം എന്ന് കേട്ട ഉടനെ നേരെ പൊക്കി പിടിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോകും. ഏതാണ്? തലശ്ശേരിയിലോട്ട് പോകും. തലശ്ശേരി ഉറപ്പായിട്ട് ഓപ്ഷൻ വരികയും ചെയ്യും. ഓക്കെ അല്ലേ? തലശ്ശേരിയല്ല, കേരളത്തിന്റെ കായിക തലസ്ഥാനം കോതമംഗലം, എറണാകുളംകാർക്ക് അഭിമാനിക്കാം. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനവും കേരളത്തിന്റെ കായിക തലസ്ഥാനവും നിങ്ങളുടെ ജില്ലയിലാണ്. ഓക്കെ അല്ലേ? ശരി. പക്ഷെ തലസ്ഥാനം ഞങ്ങളാണ്, അത് വേറെ കാര്യം. ഇനി അടുത്ത് 3 സീകളുടെ നാടെന്നറിയപ്പെടുന്ന തലശ്ശേരിയാണ്. കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. 3 എല്ലുകളുടെ നാടുണ്ട്. അതേതാ 3 എല്ലുകളുടെ നാട്? ടെൽ മീ 3 എല്ലുകളുടെ നാട് ഏതാ? ഭയങ്കര അഭിമാനം തോന്നുകയാണ്. കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്, അതൊക്കെയാണ് 3 സി. 3 എല്ലുകളുടെ നാട് ഏതാ പിള്ളേരെ? 3 എല്ലുകളുടെ നാട് കോട്ടയം. ഏതൊക്കെയാണ് 3 എല്ലുകള്? ലേക്ക്, ലെറ്റർ, ലാറ്റക്സ്. ഓക്കെ, ലേക്ക്, ലെറ്റർ, ലാറ്റക്സ്. ലേക്ക് എന്ന് വെച്ചാൽ തടാകം, ലെറ്റർ എന്ന് വെച്ചാൽ അക്ഷരം, ലാറ്റക്സ് എന്തെന്നറിയോ? ലാറ്റക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റബ്ബറിന്റെ വ്യാവസായിക ഉൽപ്പന്നങ്ങളെയാണ് ലാറ്റക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? റബ്ബറിന്റെ വ്യാവസായിക ഉൽപ്പന്നങ്ങളെയാണ് എന്ത് പറയുന്നത്? ലാറ്റക്സ് എന്ന് പറയുന്നത്. റബ്ബറിന്റെ വ്യാവസായിക ഉൽപ്പന്നങ്ങളെയാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ? ലാറ്റക്സ് എന്ന് പറയുന്നത്. റബ്ബറിന്റെ വ്യാവസായിക ഉൽപ്പന്നങ്ങളെയാണ് ലാറ്റക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റബ്ബർ ബോർഡിന്റെ ആസ്ഥാനമൊക്കെ കോട്ടയമാണേ. ശരി, അപ്പം കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസ് ആണ്. 1901 തലശ്ശേരിയിലെ ചിറക്കര എന്ന സ്ഥലത്ത് ഇദ്ദേഹം ആദ്യം സർക്കസ് സ്കൂൾ ആരംഭിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ 3 സീകളുടെ നാടെന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. കേക്ക്, സർക്കസ്, ക്രിക്കറ്റ് എന്നിവയാണ് ആ 3 സി. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബാണ് തലശ്ശേരി ക്രിക്കറ്റ് ക്ലബ്ബ്. എന്നാൽ കേരളത്തിന്റെ തലസ്ഥാനം കേരളത്തിന്റെ കായിക തലസ്ഥാനം കോതമംഗലം, എറണാകുളമാണ്. ഓക്കെ, 3 എല്ലുകളുടെ നാടും കൂടെ ഓർത്തിരിക്കുക. ലേക്ക്, ലെറ്റർ, ലാറ്റക്സ്, കോട്ടയം. ലാറ്റക്സ് എന്നാൽ റബ്ബറിന്റെ വ്യാവസായിക ഉൽപ്പന്നങ്ങളെയാണ് ലാറ്റക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റബ്ബറുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളിൽ നിങ്ങൾ ലാറ്റക്സ് എന്ന ബോർഡ് കണ്ടിട്ടില്ലേ കുട്ടികളെ? കണ്ടിട്ടുണ്ടോ? റബ്ബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളെ കൊണ്ടുപോകുന്ന വണ്ടികളിൽ നിങ്ങൾ ലാറ്റക്സ് എന്ന ബോർഡ് കണ്ടിട്ടുണ്ടോ? ഉണ്ടാ? ഓക്കെ, കണ്ടിട്ടില്ലെങ്കിൽ ഇനി വണ്ടിയിൽ നിങ്ങൾ ലാറ്റക്സ് എന്ന ബോർഡ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് എന്ത് കൊണ്ടുപോകുന്നതാണ്? റബ്ബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്നതാണ് എന്ന് മനസ്സിലാക്കണം. ബൈക്കിലൂടെ പോണ പയ്യന്മാരെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല ശിവപ്രിയ, ലോറിയും ഇവിടെ ഒക്കെ നോക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ നിന്നും ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ്.
ഒന്ന് വായിച്ച് എല്ലാവരും അറ്റൻഡ് ചെയ്യണേ. താഴെ പറയുന്നവയിൽ നിന്നും ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ്. മതികെട്ടാൻ ചോലയെ 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ശരിയാണല്ലേ? ഏതൊക്കെയാ പിള്ളേരെ 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച 3 ദേശീയോദ്യാനങ്ങൾ കേരളത്തിലുണ്ട്. അതെ, 3 ഏതൊക്കെയാണ്? ആ 3 ഏതൊക്കെയാണ്? 2003 3 ചോലകള്. 2003 3 ചോലകള്. ഓക്കെ, മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല. ഈ 3 ചോലകൾ, ഇടുക്കി ജില്ലയിലെ 3 ചോലകൾ, മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല, അങ്ങനെയുള്ള 3 സ്ഥലങ്ങളെ, 3 പ്രദേശങ്ങളെ 2003 ഇടുക്കി ജില്ലയിൽ നിന്നുള്ള 3 പ്രദേശങ്ങളെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ശരിയാണ്. ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാമോ? ബ്ലാക്ക് ബുൾബുൾ എന്ന് പറയുന്ന പ്രത്യേക ഇനം പക്ഷി സൈലന്റ് വാലിയിൽ കാണാമോ പിള്ളരെ? കാണാം. നിങ്ങള് ഏറിയ ത്യാഗി എന്ന് കേട്ടിട്ടുണ്ടോ? ഏറിയ ത്യാഗി എന്ന് വെച്ചാൽ എന്താണ്? ഏറിയ ത്യാഗി സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഏറിയ ത്യാഗി. വാട്ട് ഈസ് ഏറിയ ത്യാഗി? ഏറിയ ത്യാഗി എന്താണ്? ഏറിയ ത്യാഗി എന്താണ്? സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന എന്താണ് ഏറിയ ത്യാഗി? വാട്ട് ഈസ് ഏറിയ ത്യാഗി? ഏറിയ ത്യാഗി എന്ന് വെച്ച് കഴിഞ്ഞാല് സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം ഓർക്കിഡാണ്. ഈ 2 ചോദ്യവും, അതായത് ബ്ലാക്ക് ബുൾബുൾ പക്ഷി, അതുപോലെ ഏറിയ ത്യാഗി എന്ന ഓർക്കിഡ്, ഈ 2 സാധനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ? ഈ പറയുന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഏറിയ ത്യാഗി സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന ഓർക്കിഡാണ്. ബ്ലാക്ക് ബുൾബുൾ പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം പക്ഷിയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, നിങ്ങള് സിംഹവാലൻ കുരങ്ങെന്ന് കേട്ടിട്ടുണ്ടോ? സിംഹവാലൻ കുരങ്ങ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ലയൺ ടൈൽഡ് മക്കാക്കി എന്ന് പറയും. എന്താണ് കുട്ടികളെ? മക്കാക്ക സിലനസ് എന്ന് പറയും അല്ലേ? മക്കാക്ക സിലനസ് എന്ന് പറയും. ഓക്കെ അല്ലേ? അത് നമുക്ക് എവിടെയാ കാണപ്പെടുന്നത്? സൈലന്റ് വാലി. അത് സ്ഥിരം ചോദിക്കുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ, എല്ലാവർക്കും അറിയായിരിക്കും. PSC ഒരു ബേസ് ചോദ്യമാണ് ഈ പറയുന്ന സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന നമ്മുടെ സംരക്ഷിത മൃഗം അല്ലെങ്കിൽ സംരക്ഷിത ജീവി, വംശനാശ ഭീഷണി നേടുന്ന ജീവി ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതാണ് കുട്ടികളെ? ഈ പറയുന്ന മക്കാക്ക സിൽനസ് എന്ന സിംഹവാലൻ കുരങ്ങാണ് അല്ലേ? സിംഹവാലൻ കുരങ്ങാണ്. ഓക്കെ അല്ലേ? നിങ്ങൾ അത് തന്നെ. കുല്ലേനിയ എക്സാറിന്റെ പേര് സ്പെല്ലിംഗ് എനിക്കറിയാം. ഓക്കെ, നിങ്ങൾ വായിച്ചോണ്ടായി കേട്ടോ. എക്സാറിലാറ്റ എന്നാണ്. എക്സാറിലാറ്റ. ഓക്കെ, കുല്ലേനിയ എക്സാറിലാറ്റ. എന്താ കുല്ലേനിയ എക്സാറിലാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാല്? എനിക്ക് പറയാനും അറിയാം, ചിലപ്പോൾ നാവ് കൂടെ കൊണ്ടാണ് ഞാൻ നിങ്ങളത് വായിക്കാൻ പറഞ്ഞത്. കുല്ലേനിയ എക്സാറിലാറ്റ എന്ന് വെച്ചാൽ എന്താണ്? വെടിപ്ലാവ് കേട്ടോ. സിംഹവാലൻ കുരങ്ങുകൾ എന്തുകൊണ്ട് സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനുള്ള കാരണം ഈ സാധനമാണ്, വെടിപ്ലാവ്. എന്താ പിള്ളേരെ? വെടിപ്ലാവ്. ഓക്കെ, കുല്ലേനിയ എക്സാറിലാറ്റ എന്ന് വെച്ചാൽ വെടിപ്ലാവാണ്. സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകളെ കാണാനുള്ള കാരണം കുല്ലേനിയ എക്സാറിലാറ്റ എന്ന് പറയുന്ന വെടിപ്ലാവുകൾ അവിടെ കാണപ്പെടുന്നതാണ്. ഓക്കെ അല്ലേ? ശരി. പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്ന വേറൊരു സാധനമുണ്ട്, അതെല്ലാവർക്കും അറിയായിരിക്കും. ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക.
അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക എന്താ? ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക അത് നമ്മളെ ശെന്തുരുണി മരം ഉണ്ടല്ലോ, നമ്മളെ കൊല്ലം ജില്ലയിൽ മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. കൊല്ലം ജില്ലയിൽ മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ശെന്തുരുണി. ആ ശെന്തുരുണിയുടെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക. ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക. ഓക്കെ, ക്ലിയർ ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. മറ്റേ സ്ട്രോബിലാന്തസ് കുന്തിയാന. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്താ? സ്ട്രോബിലാന്തസ് കുന്തിയാന സ്ട്രോബിലാന്തസ് കുന്തിയാന എന്താണ്? സ്ട്രാബിലാന്തസ് കുന്തിയാന സ്ട്രാബിലാന്തസ് കുന്തിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ കുട്ടികളെ? നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രാബിലാന്തസ് കുന്തിയാന. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ചോദിക്കുന്ന വേറൊരു സാധനമുണ്ട്, നീലഗിരി ട്രാഗസ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്താണ്? വരയാട് അല്ലെ? നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരയാടാണ്. വരയാടിന്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് അല്ലെ? നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. ഓക്കെ, അതുപോലെ ബ്യൂക്കറോസ് ബൈക്കോർണിസ് ഉണ്ട്. ബ്യൂക്കറോസ് ബൈക്കോർണിസ് ഉണ്ട്, അറിയോ? ബ്യൂക്കറോസ് ബൈക്കോർണിസ്. BUCORROS BICORNIS. ബ്യൂക്കറോസ് ബൈക്കോർണിസ് എന്താണ്? ബ്യൂക്കറോസ് ബൈക്കോർണിസ് ആണ് വേഴാമ്പൽ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമമാണ് ബ്യൂക്കറോസ് ബൈക്കോർണിസ് അല്ലെ? ബ്യൂക്കറോസ് ബൈക്കോർണിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമമാണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയണോ ശാസ്ത്രീയ നാമങ്ങൾ? ഞാനിവിടെ പറഞ്ഞ ബ്ലാക്ക് ബുൾബിൾ തൊട്ടുള്ള കാര്യം ഒന്നുകൂടെ പറയണോ പിള്ളേരെ? ബ്ലാക്ക് ബുൾബിൾ ഒന്നുകൂടെ പറയണോ? ഓക്കെ, വേണം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, എനിക്ക് തോന്നി. കൃഷ്ണേന്ദ്ര, നീ എന്റെ എക്സ്റ്റിങ്വിഷറിനെ നീ കളിയാക്കിയല്ലേ? ഇന്നലെ ഞാൻ തെറ്റിച്ചെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞ എക്സ്റ്റിങ്വിഷർ. ഓക്കെ, തെറ്റുകളിൽ നിന്ന് പഠിക്കണം. ശരി, ഓക്കെ. ബ്ലാക്ക് ബുൾബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഏതിൽ കാണപ്പെടുന്ന, സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം പക്ഷിയുടെ പേരാണ് ബ്ലാക്ക് ബുൾബിൾ. ഏറിയ ത്യാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം ഓർക്കിഡാണ് ഏറിയ ത്യാഗി. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് മക്കാക്ക സിലനസ്. മക്കാക്ക സിലനസ്. സിംഹവാലൻ കുരങ്ങ് മക്കാക്ക സിലനസ്. ഓക്കെ, എന്തുകൊണ്ട് ഈ പറയുന്ന സിംഹവാലൻ കുരങ്ങിനെ സൈലന്റ് വാലിയിൽ കൂടുതലായി കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെടിപ്ലാവുകളുടെ സാന്നിധ്യം. ഓക്കെ അല്ലേ? ആ വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമമാണ് കുല്ലേനിയ എക്സാൽറ്റ. ഓക്കെ, കുല്ലേനിയ എക്സാൽറ്റ എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് പറഞ്ഞു. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് ആണ് വരയാട്. അതുപോലെ സ്ട്രാബിലാന്തസ് കുന്തിയാനയാണ് കുറിഞ്ഞി, നീലക്കുറിഞ്ഞി. സ്ട്രാബിലാന്തസ് കുന്തിയാനയാണ് നീലക്കുറിഞ്ഞി. അതുപോലെ ബ്യൂക്കറോസ് ബൈക്കോർണിസ് ആണ് വേഴാമ്പൽ. നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള ബ്യൂക്കറോസ് ബൈക്കോർണിസ് ആണ് വേഴാമ്പൽ. ഹോൺബില്ല്. ഓക്കെ, ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാ കുട്ടികളെ? ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ആർക്ക് പറയാം? ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡ്. ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡിലാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡ്. ഹോൺബിൽ ഫെസ്റ്റിവൽ ഏതാ കുട്ടികളെ? നാഗാലാൻഡ് അല്ലേ? ഓക്കെ, നാഗാലാൻഡ് ഹോൺബിൽ ഫെസ്റ്റിവൽ. എല്ലാ
ഡിസംബർ 1 മുതൽ 10 തീയതി വരെയാണ് എല്ലാ വർഷവും ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ട്രിഫേണിനെ ആനമുടി ചോലയിൽ കാണാൻ പറ്റുമോ? ട്രിഫേണിനെ ആനമുടി ചോലയിൽ കാണാൻ പറ്റുമോ പിള്ളേരെ? കാണാൻ പറ്റുമോ ഇല്ലേ? ട്രിഫേൺ നമ്മൾ ട്രിഫേൺ എന്നിവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയോ ട്രിഫേൺ ആരെന്നറിയോ? ട്രിഫേൺ അല്ലെങ്കിൽ ട്രീഫേൺ. ട്രീഫേൺസ് എന്നാണ് നമ്മൾ തന്നെ പറയുന്നത്. എന്താ ഈ ട്രീഫേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രീഫേൺ എന്ന് വെച്ചാൽ എന്താണ് അറിയോ? ട്രീഫേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പന്നൽ വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. നമുക്കറിയാം പന്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാതന കാലം മുതൽ തന്നെ ഉള്ള ഒരു സസ്യമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന പന്നൽ എന്ന് പറയുന്നത്. അപ്പൊ ആ പന്നൽ വർഗത്തിൽപ്പെട്ട ട്രീഫേണുകളെ നമ്മൾ കാണപ്പെടുന്നത് കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിലെന്ന് കേട്ട് കഴിഞ്ഞാല് ഡൈനോസറിന്റെ കാലം മുതൽ തന്നെ ഉള്ള ഒരു സസ്യമാണ് എന്ന് പറയുന്നത് ഈ പന്നൽ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റയാണ്. അപ്പൊ ട്രീഫേണുകളെ കാണപ്പെടുന്നു. നമ്മൾ ട്രിഫേൺ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ പേര് കറക്റ്റ് ഇങ്ങനെയാണ്, ട്രീഫേൺ എന്ന് പറയുന്നത്. ട്രീഫേൺ എന്ന് പറയും. അപ്പം ട്രീഫേണുകളെ കാണപ്പെടുന്നത് ആനമുടിച്ചോലയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത, സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ശരിയാണോടെ? സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ സംരക്ഷണം കേരളത്തില് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഏറ്റെടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ അല്ലേ? ഉണ്ട്. ഈ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരംഭിച്ച വർഷവും അതിന്റെ ആസ്ഥാനം ഒന്ന് പറഞ്ഞേ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരംഭിച്ച വർഷവും അതിന്റെ ആസ്ഥാനവും ഒന്ന് പറഞ്ഞേ പിള്ളേരെ. പറഞ്ഞേ ആർക്ക് പറയാം? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 1962 ആരംഭിക്കുന്നത്. ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണോ, തിരുവനന്തപുരമാണോ, കോട്ടയമാണോ, എറണാകുളമാണോ? എവിടെയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആസ്ഥാനം? ആർക്ക് പറയാം? 1962 കറക്റ്റ് ആണ്. തിരുവനന്തപുരം അല്ല. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരമല്ല, കോഴിക്കോടല്ല. ഓക്കെ, പറയുന്നില്ല ആരും. തൃശ്ശൂരാണ് കേട്ടോ കുട്ടികളെ. തൃശ്ശൂരാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂര് 1962 പ്രവർത്തനം ആരംഭിച്ചത് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരുന്നു. 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. ഓക്കെ, ഏതെങ്കിലും പോയിന്റ് ഒന്നുകൂടെ പറയണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, കമ്മീഷൻ അല്ല, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളിയായിരുന്നാണ് ചോദ്യം. ഒരു നല്ലൊരു കറണ്ട് അഫയർസ് ചോദ്യമായിരുന്നു. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേര് AK ബാലസുബ്രഹ്മണ്യൻ ആണല്ലേ? ഓപ്ഷൻ സി ആണ്, AK ബാലസുബ്രഹ്മണ്യൻ ആണ്. നിങ്ങൾ ഇത് പഠിച്ചു വെച്ചോണം. ഒരിക്കൽ ചോദ്യം വന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യത്തില്ല, അത് ചോദിക്കാതിരിക്കത്തില്ല. വീണ്ടും ചോദ്യം വരും കേട്ടോ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? AK ബാലസുബ്രഹ്മണ്യൻ ആണ് അല്ലേ? ഓക്കെ അല്ലേ? നമ്മുടെ കേരളത്തിലെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് കുട്ടികളെ? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് കുട്ടികളെ? ശേഷാദ്രി നാഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. ശേഷാദ്രിനാഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങള് KG സനൽകുമാർ എന്നൊരു പേര് പഠിച്ചു വെച്ചതായിരുന്നു. എന്തുകൊണ്ട് KG സനൽകുമാർ മാറിയിട്ട് ശേഷാദ്രിനാഥൻ വരുന്നത്? N ശേഷാദ്രിനാഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേര് N ശേഷാദ്രി. ഇത് നല്ല പേരുള്ള ആർക്കെങ്കിലും ഈ പദവി കൊടുത്തൂടെ? N ശേഷാദ്രിനാഥൻ. ഓക്കെ, N ശേഷാദ്രിനാഥൻ വരാൻ കാരണം സർക്കാരാണ് KG സനൽകുമാർ, അതായത് പഴയ സർക്കാർ. ഏത് സർക്കാർ? പിണറായി വിജയൻ സർക്കാരാണ്
പിണറായി വിജയൻ സർക്കാരാണ് KG സനൽകുമാറിനെ ശുപാർശ ചെയ്തത്. ഓക്കെ അല്ലേ? പിണറായി വിജയൻ സർക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് മാറിയത് കൊണ്ട് സനൽകുമാറിന്റെ പദവിയും പോയി. നമ്മളൊരു പുതിയ പേരൂടെ പഠിക്കേണ്ടി വന്നു, N ശേഷാദ്രിനാഥൻ. പക്ഷെ കുഴപ്പമില്ല, ഈ പേര് പഠിക്കാൻ പാടാണെങ്കിലും ഒരിക്കൽ കേട്ടാൽ നമുക്ക് ഓപ്ഷനിൽ കിട്ടും. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ N ശേഷാദ്രിനാഥൻ. ആരാ കുട്ടികളെ? N ശേഷാദ്രിനാഥൻ അല്ലേ? N ശേഷാദ്രിനാഥൻ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഇനി 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 വേറെ നല്ല പേരുള്ള ഒരാളുണ്ട്. ഓക്കെ, A കൗശികൻ. എന്തൊരൊക്കെ പേരുകളെന്നാണ്. A കൗശികൻ ആരാ? ഡോക്ടർ A കൗശികൻ IAS. കൗശികൻ ആരാ? കൗശികൻ ഇപ്പൊ ടെക്നിക്ക് പിടിയിട്ട് നല്ല വെറൈറ്റി പേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല പദവികൾ കിട്ടും കേട്ടോ. ഓക്കെ, നമ്മുടെയൊക്കെ പേരിന്റെ കുഴപ്പമാണ് നമുക്ക് പദവികൾ കിട്ടാത്തത്. അത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ. എന്താ കുട്ടികളെ? ചീഫ് ഇലക്ട്രൽ ഓഫീസർ. ഓക്കെ, ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണ് A കൗശികൻ. അതായത് നമ്മുടെ രത്തൻ യു കേൽക്കർക്ക് പകരം അധികാരത്തിൽ വന്ന ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണ് ആരെന്ന് പറയുന്ന കുട്ടികളെ? ഈ പറയുന്ന A കൗശികൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് ബിശ്വനാഥ് സിൻഹ. ആരാണ് ബിശ്വനാഥ് സിൻഹ? പറ, ബിശ്വനാഥ് സിൻഹ ആരാ? ബിശ്വനാഥ് സിൻഹ IAS. കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയുടെ പേരാണ് ബിശ്വനാഥ് സിൻഹ IAS. കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയുടെ പേരാണ്. ഈ പറഞ്ഞ 3 ആൾക്കാർ നോക്കിക്കോ, ഇനി അങ്ങോട്ട് പോകുന്ന ചോദ്യ പേപ്പറുകളിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, ശേഷാദ്രിനാഥൻ ഇഷ്ടം പോലെ ചോദ്യം വരും. കേരളത്തിന്റെ പുതിയ ചീഫ് ഇലക്ട്രൽ ഓഫീസർ, കേരളത്തിലെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ശേഷാദ്രിനാഥൻ. ഓക്കെ, ചീഫ് ഇലക്ട്രൽ ഓഫീസർ A കൗശികൻ. ഓക്കെ, അടുത്ത് ബിശ്വനാഥ് സിൻഹ. കേരളത്തിന്റെ 51ാമത് എന്തായിട്ട് പ്രവർത്തിക്കുന്നത്? ചീഫ് സെക്രട്ടറി പ്രവർത്തിക്കുന്നത് ആരാ കുട്ടികളെ? ബിശ്വനാഥ് സിൻഹയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. എന്താണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ചീഫ് ഇലക്ട്രൽ ഓഫീസറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവർ നടത്തുന്ന ഇലക്ഷനിൽ ഏതൊക്കെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ചീഫ് ഇലക്ട്രൽ ഓഫീസറും തമ്മിലുള്ള വ്യത്യാസം ആർക്ക് പറയാം? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ട്രൽ ഓഫീസർ തമ്മിലുള്ള വ്യത്യാസം ആര് പറയും? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ട്രൽ ഓഫീസർ വ്യത്യാസം. പിള്ളേരെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും എന്ത് നടക്കുന്നത്? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഈ ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമായിരിക്കും സംസ്ഥാനത്ത് MLA ഇലക്ഷൻ, MP ഇലക്ഷൻ, MP ഇലക്ഷനുകൾ നടത്തുന്നത്. നിയമസഭാ ഇലക്ഷൻ, ലോകസഭ ഇലക്ഷൻ, രാജ്യസഭ ഇലക്ഷൻ, അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആയിരിക്കും. ഓക്കെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് എന്ത് ചെയ്യുന്നത്? പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനൊക്കെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും, ഇനി MLA MP ഇലക്ഷനൊക്കെ നടത്തുന്നത് ചീഫ് ഇലക്ട്രൽ ഓഫീസറും ആയിരിക്കും. ഓക്കെ അല്ലേ പിള്ളേരെ? സെറ്റ് അല്ലേ? മനസ്സിലായോ? എല്ലാ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങൾ? എല്ലാ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ? പറഞ്ഞേ, എല്ലാ പേര് എല്ലാ പേരും ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം
അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാൻ AK ബാലസുബ്രഹ്മണ്യം. AK ബാലസുബ്രഹ്മണ്യമാണ് ആൻസർ. AK ബാലസുബ്രഹ്മണ്യമാണ് ആൻസർ കേട്ടോ. ഓക്കെ, നോട്ടഡ് എങ്കിൽ കൊള്ളാം. ഓൺലി കേട്ടട മാത്രമാണെങ്കിൽ ചിലപ്പോൾ മറന്നു പോകും. പ്ലീസ് നോട്ടഡ്. ഓക്കെ, കേട്ടിനി കണ്ടിനി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ കാര്യമില്ല. എഴുതിനി ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗമുള്ളൂ കേട്ടോ. ഓക്കെ, പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതെന്നാണ്? ഓക്കെ, ഏതാ പിള്ളേരെ? പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതെന്ന് ഇട്ട് കഴിഞ്ഞാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ്. സിയാൽ എന്ന് പറയുമല്ലേ? സിയാൽ എന്ന് പറയും. സിയാൽ എവിടെയാണ്? സിയാൽ എവിടെയാണ് കുട്ടികളെ? സിയാൽ എയർപോർട്ട് എവിടെയാണ്? സിയാൽ എയർപോർട്ട് എവിടെയാണ്? പറഞ്ഞേ, സിയാൽ എയർപോർട്ട് എവിടെയാണ്? സിയാൽ എയർപോർട്ട് എവിടെയാ സ്ഥിതി ചെയ്യുന്നേ? പറ. നെടുമ്പാശ്ശേരി. സിയാൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുട്ടികളെ? നെടുമ്പാശ്ശേരിയിലാണ് സിയാൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 1999 മെയ് മാസം 25-ലാണ് എന്ത് ചെയ്ത് കുട്ടികളെ പ്രവർത്തനം ആരംഭിച്ചത്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ എയർപോർട്ട് മാത്രമല്ല, നിങ്ങള് PPP എന്ന് കേട്ടിട്ടുണ്ടോ? PPP 3P. വാട്ട് ഈസ് 3P? എന്താണ് 3P? PPP എന്താ? PPP എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അതായത് പൊതുജന പങ്കാളിത്തത്തോടെ നിർമ്മിക്കപ്പെട്ട പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ നിർമ്മിക്കപ്പെട്ട എയർപോർട്ട് കൂടിയാണ് ഏത് കുട്ടികളെ? സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്നാണ്. എന്താ കുട്ടികളെ? കൊച്ചിൻ, COCHIN, കൊച്ചിൻ. ഓക്കെ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്നാണ്. കാരണം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, അത് ജപ്പാനിലാണ്. ജപ്പാനിൽ ഒരു കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. ഇത് കൊച്ചിനാണ്. ഓക്കെ അല്ലേ? ഇത് കൊച്ചിനാണ് കേട്ടോ. കൊച്ചിനാണ്. ക്ലിയർ ആണല്ലോ? ഒരു കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, അത് ജപ്പാനിലാണ്. നമ്മൾ സിനിമ കണ്ടാണ്. അതായത് നമ്മുടെ വൺമാൻ ഷോ സിനിമയില് ഇയാളുടെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, NF വർഗീസ് അല്ല, നമ്മുടെ നരേന്ദ്രപ്രസാദ് ലാലിന്റെ അടുത്ത് ചോദ്യം ചോദിക്കും, ബാങ്ക് ഓഫ് കൊച്ചി എവിടെയാണെന്ന് ചോദിക്കും. ആ സീൻ നിങ്ങൾക്ക് ഓർമ്മ വന്നതാണ്. ബാങ്ക് ഓഫ് കൊച്ചി എവിടെയാണെന്ന് അയാൾ ജപ്പാനിലെന്ന് പറയും. അപ്പൊ എല്ലാവരും ചിരിക്കും. അപ്പൊ പറയാൻ തെറ്റല്ല, ശരിയാണെന്ന് പറയും. ബാങ്ക് ഓഫ് കൊച്ചി, അതുപോലെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്, അതൊക്കെ ജപ്പാനിലാണ്. അവിടെ കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ എയർപോർട്ടിന്റെ പേര് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് വരുന്നത്. 99 മെയ് 25 പ്രവർത്തനം ആരംഭിച്ചു. നെടുമ്പാശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്നു. PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, അതുപോലെ തന്നെ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ അല്ലേ? ശരി. അടുത്ത ക്വസ്റ്റ്യനൊക്കെ എളുപ്പമുള്ളതാണ്, പെട്ടെന്ന് ചെയ്തേ. നോക്കാം. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണെന്നാണ് ചോദ്യം. എന്നാ കുട്ടികളെ? 1998 മെയ് 17 കുടുംബശ്രീ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓക്കെ, മലപ്പുറം ജില്ലയില് AB വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ അല്ലേ? അതൊക്കെ നമുക്കറിയാം. അടുത്ത്, കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതെന്നാണ് ചോദ്യം. കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല. കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ളത് കൊല്ലം ജില്ലയിലും ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരും, ഏറ്റവും കുറവ് എവിടെയാണ് കുട്ടികളെ? കൊല്ലമാണല്ലേ? കൊല്ലമാണ്. ഓക്കെ, കൊല്ലത്താണ് ഏറ്റവും കുറവ്. കൂടുതലുള്ളത് കണ്ണൂരാണ്. അല്ലേ? കൂടുതലുള്ളത് കണ്ണൂരാണ്. ഓക്കെ. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനാവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്യാം. സൈറസ് പൂനാവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ പെയിന്റിംഗ് ഏതെന്നാണ് ചോദ്യം.
യശോദയും കൃഷ്ണനുമാണ് ആൻസർ. ഓക്കെ അല്ലേ? യശോദയും കൃഷ്ണനുമാണ് ആൻസർ. നിങ്ങൾ ഈ സൈറസ് പൂനാവാല എന്ന പേര് നിങ്ങൾ കേട്ടുണ്ടോ? സൈറസ് പൂനാവാല എന്ന പേര് എവിടെയെങ്കിലും സൈറസ് പൂനാവാല എന്ന പേര് കേട്ടുണ്ടോ കുട്ടികളെ? സൈറസ് പൂനാവാല ആരും കേട്ടിട്ടില്ല? സൈറസ് പൂനാവാല എന്ന പേര്. കോവിഡ് കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോവിഡ് കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോവിഡ് കാലഘട്ടത്തില് നമ്മുടെ രാജ്യത്ത് കോവിഷീൽഡ് വാക്സിൻ നിർമ്മാണം നടത്തിയത് 1966 പൂനെയിൽ സ്ഥാപിതമായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് കോവിഷീൽഡ് വാക്സിന്റെ നിർമ്മാണവും വിതരണവും ഒക്കെ നടത്തിയ സ്ഥാപനമാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ആ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. 1966 സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. ഓക്കെ അല്ലേ? അതിന്റെ സ്ഥാപകനാണ് സൈറസ് പൂനാവാലെ. ഓക്കെ, 1966. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് അത്രയും പ്രായമുണ്ട്, അയാൾക്ക് 85 വയസ്സുണ്ട്, അയാൾ 1941 ജനിച്ച വ്യക്തിയാണ്, ഇപ്പൊ 85 വയസ്സുണ്ട്. ഓക്കെ അല്ലേ? ഈ പറയുന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് ഡോക്ടർ സൈറസ് പൂനാവാലെ. ഓക്കെ അല്ലേ? 1966 പൂനെയില് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. അദ്ദേഹമാണ് എന്ത് ചെയ്ത കുട്ടികളെ? ഈ പറയുന്ന യശോദയും കൃഷ്ണൻ എന്ന് പറയുന്ന പെയിന്റിങ് 167.2 കോടി രൂപയ്ക്ക് എന്ത് ചെയ്തത്? സ്വന്തമാക്കിയത്. യശോദയും കൃഷ്ണനും പെയിന്റിങ് ആരുടേതാണ്? ആരുടെ പെയിന്റിംഗ് ആണ് യശോദ ആൻഡ് കൃഷ്ണൻ? യശോദ കൃഷ്ണൻ എന്ന പെയിന്റിംഗ് ആരുടെയാണ് കുട്ടികളെ? അത് രാജാ രവിവർമ്മയുടെ ചിത്രമാണ് അല്ലെ? രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. യശോദയും കൃഷ്ണനും രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. ഓക്കെ അല്ലേ? പക്ഷേ ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സൈറസ് പൂനാവാലെ അദ്ദേഹമാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ. 1966 പൂനെ കോവിഷീൽഡ് വാക്സിൻ. ഓക്കെ, എല്ലാ പോയിന്റും കിട്ടിയല്ലോ. കറണ്ട് അഫയേഴ്സ് ചോദ്യമായിരുന്നു, നല്ലൊരു ചോദ്യമായിരുന്നത്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നാണ്? എളുപ്പമുള്ള ചോദ്യമാണ്. വില്ലുവണ്ടി സമരമൊക്കെ നമ്മൾ ഓൾറെഡി റിവിഷൻ കഴിഞ്ഞതാണ്. വില്ലുവണ്ടി സമരം പറഞ്ഞടാ. വില്ലുവണ്ടി സമരമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അയ്യങ്കാളി 1893 വെങ്ങാനൂര് മുതൽ കവടിയാർ കൊട്ടാരം വരെ അല്ലെ? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ. അടുത്ത ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏതെന്നാണ്? ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏതെന്നാണ് ചോദ്യം. കമന്റ് ചെയ്യാം. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏതെന്നാണ് ചോദ്യം. ശ്രീരംഗപട്ടണം സന്ധി 1972 മാർച്ച് മാസം 18. 1972 മാർച്ച് മാസം 18 ശ്രീരംഗപട്ടണം സന്ധി. അത് ആരൊക്കെ തമ്മിലെന്ന് കേട്ട് കഴിഞ്ഞാൽ ടിപ്പു സുൽത്താനും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് കോൺവാലിസ് അല്ലെ? ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് കോൺവാലിസ്. 1792 മാർച്ച് മാസം 18 ടിപ്പു സുൽത്താനും കോൺവാലിസും. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമാണ് ഏത് കുട്ടികളെ? മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമാണ് ഈ പറയുന്ന ശ്രീരംഗപട്ടണ ഉടമ്പടി. 1790 മുതൽ 92 വരെയാണ് മൂന്നാം മൈസൂർ യുദ്ധം നടന്നത്. അതിന്റെ അനന്തര ഫലമായിട്ടുണ്ടായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി. ടിപ്പു സുൽത്താനും കോൺവാലിസും തമ്മിലായിരുന്നു ഉടമ്പടി. മൈസൂർ രാജവംശത്തിന്റെ തലസ്ഥാനമാണ് ശ്രീരംഗപട്ടണം. അവിടെ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പിടുന്നത്. ആ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് എന്ത് ലഭിച്ചു? ആ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് എന്ത് ലഭിച്ചു കുട്ടികളെ? പറഞ്ഞേ, പറ. ആ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് എന്ത് ലഭിച്ചു? എന്ത് ലഭിച്ചു? മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ മലബാർ അതുപോലെ കൂർഗ് എന്നീ പ്രദേശങ്ങൾ ആർക്ക് ലഭിക്കുകയുണ്ടായി? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയുണ്ടായി അല്ലേ? മലബാർ, കൂർഗ്
ഞാൻ കുറുക്കി തരും ഇപ്പൊ ഞാൻ. മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ആർക്ക് ലഭിക്കുകയുണ്ടായി കുട്ടികളെ? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയുണ്ടായി. ഓക്കെ അല്ലേ? ശരി, ഓക്കെ, അതോർത്തിരിക്കുക. അടുത്ത ചോദ്യം, തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ ബഹിഷ്കർത്താവ് ആരെന്നാണ്? തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ ബഹിഷ്കർത്താവ്. ഇത് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ പിള്ളേരെ വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ വൈകുണ്ഠ സ്വാമികളാണ് നടത്തിയത്. വൈകുണ്ഠ സ്വാമികൾ. ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ഓപ്ഷൻ ചെയ്യടേ. വൈകു കൂട്ടുകാരനല്ലേ സുമയ്യയുടെ? വൈകു എന്ന് വിളിക്കാൻ തന്നല്ലേ, നല്ല പേരല്ലേ വൈകു. വൈകു വീട്ടിലൊക്കെ വിളിക്കാൻ പറ്റിയ പേരാണ്. ഈ അച്ചു, കിച്ചു, സച്ചു, ഉണ്ണി, കണ്ണൻ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് വൈകു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേളപ്പൻ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നടത്തി. ഓക്കെ, കേളപ്പനാണോ നടത്തിയത് പിള്ളരെ? അല്ല, സവർണജാഥ നടത്തുന്നത് മന്നത്ത് പത്മനാഭൻ. ഒന്നാമത്തെ തെറ്റ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. എല്ലാ മനുഷ്യരെ അമ്പലത്തിൽ കയറാൻ സമ്മതിച്ചത് മഹാത്ഭുതമായിട്ടാണ് ഗാന്ധിജിക്ക് തോന്നിയത്. അദ്ദേഹം പറഞ്ഞു ആധുനിക കാലത്തെ മഹാത്ഭുതം. ഓക്കെ, ഗാന്ധിജി തന്നെയാണ് പറഞ്ഞത്. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. അതും ശരിയാണല്ലേ? 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. പാലിയം സത്യാഗ്രഹം 47-48. ഓക്കെ, പിള്ളേർ ഈ പാലിയം സത്യാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചി രാജവംശത്തിലെ ദിവാൻമാർ അറിയപ്പെടുന്ന അല്ലെങ്കിൽ മന്ത്രിമാർ അറിയപ്പെടുന്ന പേരാണ് പാലിയത്തച്ഛൻ. അപ്പൊ ഈ പാലിയത്തച്ഛന്റെ വസതിക്ക് സമീപത്തുകൂടി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് പാലിയം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. ഈ പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ് കുട്ടികളെ? പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? ആർക്ക് പറയാം? പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? AK കൗസല്യാണ്. AK കൗസല്യാണ് പ്രധാന നേതാവ്. ഉദ്ഘാടനം ചെയ്തതൊക്കെ ആരാ? AK കൗസല്യ ഉണ്ട്. നേതൃത്വം കൊടുത്ത വനിതാ നേതാക്കളിൽ ഒരാള് AK കൗസല്യാണ്. പറഞ്ഞേ, ഉദ്ഘാടനം ചെയ്തത്, പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്, നേതൃത്വം കൊടുത്ത വ്യക്തി നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തി തന്നെയാണ്. C കേശവൻ. കേട്ടോ, C കേശവൻ അല്ലെ? C കേശവനാണ് പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. C കേശവൻ. C കേശവൻ അല്ലെ? ഉദ്ഘാടനം ചെയ്തത്, നേതൃത്വം കൊടുത്തതൊക്കെ ആരാണ്? C കേശവനാണ്. 1947 ഡിസംബർ മാസം 4-ാം തീയതി 47 ഡിസംബർ മാസം 4-ാം തീയതി C കേശവനാണ് എന്ത് ചെയ്ത് കുട്ടികളെ? ഉദ്ഘാടനം ചെയ്തത്. 47 ഡിസംബർ 4. ഓക്കെ അല്ലേ? ചേന്നമംഗലം. ആ സ്ഥലത്തിന്റെ പേര് ചേന്നമംഗലം എന്നാണ്. പാലിയം സത്യാഗ്രഹം നടന്ന സ്ഥലത്തിന്റെ പേര് ചേന്നമംഗലം എന്നാണ്. ചേന്നമംഗലം എന്നാണ്. ഓക്കെ അല്ലേ? ചേന്നമംഗലം എന്താണ് ആ സ്ഥലത്തിന്റെ പേര്? കൗസല്യ അതിന് നേതൃത്വം കൊടുത്ത വനിതാ നേതാക്കളിൽ ഒരാളാണ്. ഒരാള് രക്തസാക്ഷിയായിട്ടുണ്ട്. ഒരാള് രക്തസാക്ഷിയായിട്ടുണ്ട്. രക്തസാക്ഷിയായ വ്യക്തിയുടെ പേരെന്താ? പാലിയം സത്യാഗ്രഹത്തില് രക്തസാക്ഷിയായ വ്യക്തിയുടെ പേരെന്താ? പറഞ്ഞേ. ഒരു വ്യക്തി രക്തസാക്ഷിയായിട്ടുണ്ട്. AG വേലായുധൻ. AG വേലായുധൻ. AG വേലായുധൻ. പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായ വ്യക്തിയുടെ പേര് AG വേലായുധൻ. AG വേലായുധൻ. പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായ വ്യക്തിയുടെ പേര് എന്താ കുട്ടികളെ? AG വേലായുധൻ. AG വേലായുധൻ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? SNDPക്ക് എന്തെങ്കിലും നേതൃത്വം ഉണ്ടോ ഇതില്? SNDPക്ക് പിള്ളേർ ശ്രദ്ധിച്ച് കേട്ടോണം. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. SNDP, പുലയ മഹാസഭ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവരെല്ലാം പാലിയം സത്യാഗ്രഹത്തിന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംഘാടനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, പുലയ മഹാസഭ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവയെല്ലാം എന്താണ്? പാലിയം സത്യാഗ്രഹത്തിന് വേണ്ടി സംഘാടനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള പോയിന്റ് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ.
SNDP, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, പുലയ മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവരെല്ലാം ഓക്കെ അല്ലേ? ശരി. ചരിത്ര പ്രസിദ്ധമായ കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അല്ല. ചരിത്ര പ്രസിദ്ധമായ കുണ്ട്ര വിളംബരം 1809 ജനുവരി മാസം 11-ാം തീയതി കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചത് ആരാ കുട്ടികളെ? വേലായുധൻ ചെമ്പകരാമൻ തമ്പി, അതായത് വേലുത്തമ്പി ദിളവ. വേലുത്തമ്പി ദിളവയുടെ യഥാർത്ഥ പേരാണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി, വേലുത്തമ്പി ദിളവ. വേലുത്തമ്പി ദിളവയാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കുണ്ട്ര വിളംബരം പുറപ്പെടുവിക്കുന്നത്. അപ്പൊ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 2, 3 പ്രസ്താവനകൾ ശരിയാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ, സെറ്റല്ലേ? സെറ്റല്ലേ വളരെ? യെസ്, താങ്ക് യു. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാര്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാര്? പിള്ളേരെ, അമർത്യ സെൻ 1998 സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നൊബേൽ സമ്മാനം 1998 സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആര് കുട്ടികളെ? അമർത്യ സെൻ. ആരാണ്? അമർത്യ സെൻ. എന്ത് കാര്യത്തിനാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് കുട്ടികളെ? എന്ത് കാര്യത്തിനാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്? എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തിനാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത്? ക്ഷാമം. 1943 ബംഗാൾ ക്ഷാമത്തെ കുറിച്ച് പഠനം നടത്തിയതിന് 1943 ബംഗാൾ ക്ഷാമത്തെ കുറിച്ച് പഠനം നടത്തിയതിനാണ് അമർത്യ സെന്നിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ അല്ലേ? അമർത്യ സെന്നിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, ക്ലിയർ ആണ്. 1943 ബംഗാൾ ഫാമിനെ കുറിച്ച് പഠനം നടത്തിയോണ്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ? ശരി. ഇനി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ പ്രാധാന്യം കൊടുത്ത വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇദ്ദേഹത്തിന്റെ SCERT ബേസ് ചെയ്ത് ചോദിക്കും. അമർത്യ സെൻ ഇദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ പ്രാധാന്യം കൊടുത്ത വിഷയങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളെ? 99 ഭാരതരത്ന. 99 ഭാരതരത്ന. ദാരിദ്ര്യം, ക്ഷാമം, അസമത്വം. ഓക്കെ അല്ലേ? ഇദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ പ്രാധാന്യം കൊടുത്ത വിഷയങ്ങൾ ദാരിദ്ര്യം, ക്ഷാമം, അസമത്വം. ഓക്കെ അല്ലേ? പിന്നെ അദ്ദേഹം സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പഠനം നടത്തിയ വിഷയങ്ങൾ ദാരിദ്ര്യം, ക്ഷാമം, അസമത്വം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? മനസ്സിലായ പോയിന്റ്? ഇദ്ദേഹം ഒരു കാര്യത്തില് അപാകത ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതാണത്? ഇന്ത്യയിൽ ഒരു കാര്യത്തിൽ അപാകതകൾ, അതായത് നമ്മുടെ ദാരിദ്ര്യ രേഖാ നിർണയത്തില് അപാകതകൾ ചൂണ്ടിക്കാട്ടിയ ഇന്ത്യക്കാരൻ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ അതും അമർത്യ സെന്നാണ്. അത് തന്നെയാണ്. ദാരിദ്ര്യ രേഖാ നിർണയത്തിലുള്ള അപാകതകൾ ചൂണ്ടിക്കാട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാണ് കുട്ടികളെ? അത് അമർത്യ സെന്നാണ്. ഇനി നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. 1990 പാകിസ്ഥാൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മഹബൂബ് ഉൽ ഹക്ക്, പാകിസ്ഥാൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മഹബൂബ് ഉൽ ഹക്ക്, അതുപോലെ ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള അമർത്യ സെൻ, ഇവർ ചേർന്നിട്ടാണ് എന്തിന് രൂപം നൽകിയത്?
1990 പാകിസ്ഥാന്റെ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മെഹബൂബ് ഉൽ ഹക്ക് ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള അമർത്യ സെൻ, ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഒരു സംവിധാനത്തിന്, നിലവിലൊരു പ്രധാനപ്പെട്ട ഒരു സംവിധാനത്തിന് രൂപം നൽകിയത്. എന്താണെന്ന് പറയാവോ കുട്ടികളെ? HDI, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. HDI, മാനവ വികസന സൂചിക. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മാനവ വികസന സൂചിക. അപ്പൊ മാനവ വികസന സൂചികയ്ക്ക് രൂപം നൽകിയത് 1990 പാകിസ്ഥാന്റെ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മെഹബൂബ് ഉൽ ഹക്കും ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള അമർത്യ സെന്നും ചേർന്നിട്ടാണെന്നുള്ള പോയിന്റും കൂടെ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അതുപോലെ പോവർട്ടി ആൻഡ് ഫാമിൻ, ഇദ്ദേഹത്തിന്റെ ലോകപ്രശസ്തമായ ബുക്കാണ് പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ബുക്കുണ്ട്, ദ ആർഗുമെന്റേറ്റീവ് ഇന്ത്യൻ, താർക്കികരായ ഇന്ത്യക്കാർ. പോവർട്ടി ആൻഡ് ഫാമിൻ, അതുപോലെ ദ ആർഗുമെന്റേറ്റീവ് ഇന്ത്യൻ, ഇതൊക്കെ ആരുടെ പുസ്തകമാണ്? അമർത്യ സെന്നിന്റെ പുസ്തകങ്ങളാണ്. പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന പുസ്തകം എഴുതിയത് അമർത്യ സെന്നാണ്. ദ ആർഗുമെന്റേറ്റീവ് ഇന്ത്യൻ, താർക്കികരായ ഇന്ത്യക്കാരൻ എന്ന പുസ്തകം എഴുതിയത് ആരാ കുട്ടികളെ? അമർത്യ സെന്നാണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയണോ? അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ പറയണോ കുട്ടികളെ? നിങ്ങൾ നല്ലപോലെ പഠിച്ചു പോയാൽ മതി. നിങ്ങൾ മുഷിപ്പൊന്നും തോന്നരുത്. പരീക്ഷ ആവാറായിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് കൂടെ വരണം, കൂടെ എത്തണം നിങ്ങൾ. ഓക്കെ, കൂടെ എത്തിയേ പറ്റത്തുള്ളൂ. വേണം. ഒന്നുകൂടെ പറയാം. കേട്ടിരുന്നോ? ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണേ. എല്ലാ പോയിന്റും കേട്ടിരുന്നോണേ. സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. ഇദ്ദേഹത്തിന്റെ ശാന്തിനികേതൻ ആശ്രമത്തിൽ വളർന്ന കുട്ടിയാണ്. ആരുടെ? രവീന്ദ്രനാഥ് ടാഗോറിന്റെ ശാന്തിനികേതൻ ആശ്രമത്തിൽ വളർന്ന കുട്ടിയാണ്. അതുകൊണ്ട് അമർത്യ സെന്നിന് ആ പേര് കൊടുത്തത് തന്നെ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ഇട്ട പേരാണ് അമർത്യ സെൻ എന്ന പേര്. കേട്ടോ, ഓർത്തോണം. ഓക്കെ. 98 ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടി. 99 ഇന്ത്യ ഗവൺമെന്റ് ഭാരതരത്നയും കൊടുത്തു. കേട്ടോ, 98 നൊബേൽ സമ്മാനം, 99 ഭാരതരത്ന. ഇനി 98 എക്കണോമിക്സിൽ നൊബേൽ സമ്മാനം ലഭിക്കാൻ കാരണമായത് 1943 ബംഗാൾ ഫാമിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനത്തെ തുടർന്നാണ്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു അദ്ദേഹം ദാരിദ്ര്യം, ക്ഷാമം, അസമത്വം എന്നീ വിഷയങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തത് പഠനത്തിൽ. സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ദാരിദ്ര്യം, ക്ഷാമം, അസമത്വം എന്നീ വിഷയങ്ങളിലാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അതുപോലെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം കൊടുത്തു. ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ ദാരിദ്ര്യരേഖ നിർണയത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി. അതുപോലെ 1990 ഇദ്ദേഹവും പാകിസ്ഥാന്റെ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മെഹബൂബ് ഉൽ ഹക്കും ചേർന്നിട്ടാണ് മാനവ വികസന സൂചിക അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന് രൂപം നൽകുന്നത്. പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന പുസ്തകവും ദ ആർഗുമെന്റേറ്റീവ് ഇന്ത്യൻ, താർക്കികനായ ഇന്ത്യക്കാരൻ എന്ന പുസ്തകം എഴുതിയതും അദ്ദേഹമാണ്. ദാരിദ്ര്യവും ക്ഷാമവും എന്ന പുസ്തകവും താർക്കികനായ ഇന്ത്യക്കാരൻ എന്ന പുസ്തകവും എഴുതിയത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവും ഇദ്ദേഹമാണെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഇദ്ദേഹമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ? അംഗീകരിച്ചാൽ നിന്നെയൊക്കെ ഞാൻ ഓടിച്ചിട്ടടിക്കും. ആരുടെ? ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് ആരുടെ? ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് ആരാ? ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ്. ഇത്രയും കേട്ടിട്ട് ചെന്ന് ചോദിക്കുമ്പോൾ അമർത്യ സെൻ എഴുതി വെക്കരുത്. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ്. വേറൊരു ചോദ്യം വരും. ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ വ്യക്തിയാണെന്ന് ചോദിക്കും. ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ വ്യക്തിയാണെന്ന് ചോദിക്കും. അപ്പോഴും നിങ്ങൾ അമർത്യ സെന്റെ പിറകെ പോകരുത്. Who's that? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ദാദാഭായ് നവറോജിക്ക് ശേഷം
ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ആര് കുട്ടികളെ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഓക്കെ. 2019 എക്കണോമിക്സ് നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജൻ ആരാണ് കുട്ടികളെ? അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ വംശജനുണ്ട്. 2019 എക്കണോമിക്സ് നൊബേൽ സമ്മാനം ലഭിച്ച അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ വംശജനുണ്ട്. ഹു ഇസ് ദാറ്റ്? റോയ് കറക്റ്റ് ആണ്. അഭിജിത്ത് ബാനർജി. അതും ചോദിച്ചിട്ടുണ്ട്. അഭിജിത്ത് ബാനർജി ആരാണ്? അഭിജിത്ത് ബാനർജി. ഓക്കെ. 2019 എക്കണോമിക്സ് നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജനായിട്ടുള്ള അമേരിക്കക്കാരനാണ് ആരെന്ന് പറയുന്നത്? അഭിജിത്ത് ബാനർജി. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ശരി.